കേരളത്തിൽ പിണറായി സർക്കാർ കുറച്ച് കാലം കൂടി വേണം. പറഞ്ഞത് കേരളത്തിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ കല്യാൺസ് ജ്വല്ലേഴ്സിൻ്റെ ഉടമയായിട്ടുള്ള കല്യാണരാമനാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം വ്യവസായ മന്ത്രി പി രാജീവ് പങ്കെടുത്ത യോഗത്തിൽ വെച്ചിട്ട് കേരളത്തിൻ്റെ വ്യവസായ സൗഹൃദം എത്രത്തോളം പുരോഗമിച്ചുവെന്നും അതിലൂടെ വ്യവസായികൾക്ക് എത്രത്തോളം ഗുണമുണ്ടാകുന്നുണ്ടെന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടും. വ്യവസായ മന്ത്രി രാജീവ് അവർകൾ മുൻപന്തിയിൽ നിന്നുകൊണ്ട് കേരളത്തിലെ വാണിജ്യ വ്യവസായം വളർത്തിക്കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ത്യാഗങ്ങൾ അനുഭവിക്കുന്നത് എനിക്കറിയാം. കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരു മീറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു. അതുപോലെ തന്നെ ഏതൊരു കാര്യം, ഒരു ഇൻഡസ്ട്രിയുടെ കാര്യം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ടേബിളിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം അത് സ്വാഗതം ചെയ്ത് അത് കയ്യോടെ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉടനെ വിളിച്ച് പറയും ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ പറയില്ല, ഇത് ഞാൻ പല ആൾക്കാരോടും പറയുന്ന കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി വ്യവസായ വാണിജ്യ വ്യാപാര രംഗത്ത് അദ്ദേഹം കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ ഒന്നാമത്തെ ഒരു സ്റ്റേറ്റാക്കി മാറ്റുവാനായിട്ട് അദ്ദേഹം വളരെയധികം പ്രയത്നിക്കുന്നുണ്ട്. എൻ്റെ അനുകൂലം പറയുകയാണ്, എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു കുറച്ചു കാലങ്ങൾ കൂടിയും ഈ ഗവൺമെൻറ് തുടരാൻ സാധിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ കേരള സ്റ്റേറ്റ് ഒന്നാം കടയിലേക്ക് എത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഒന്നും നടക്കില്ല, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഈ നാട്ടിലിരുന്നു കൊണ്ട് ഈ നാടിനെ അധിക്ഷേപിക്കാൻ വേണ്ടി പുറത്തേക്ക് പ്രചരണം നടത്തുന്ന, അല്ലെങ്കിൽ ഈ നാടിനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഖ്യകളെല്ലാം ഒന്ന് ചെവി തുറന്ന് കേട്ടോളൂ. ഇത് ആരും പറയിപ്പിച്ചതല്ല. സ്വാഭാവികമായി ഈ നാടിനുണ്ടായ മാറ്റം അനുഭവിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യവസായികൾക്ക് പറയേണ്ടി വരുന്നതാണ്. നേരത്തെ യൂസുഫ് അലിയും ഈ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ പ്രവർത്തന മികവിനെക്കുറിച്ചും അഭിനന്ദിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് കേരളത്തിൽ വ്യവസായ മേഖലയിലുണ്ടായ കുതിച്ചുചാട്ടം എത്ര വലുതാണെന്നും അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള സംരംഭകർ പറയുന്ന വാചകങ്ങളാണ്. ഈ വാചകങ്ങളൊക്കെ തന്നെയാണ് കേരളത്തിൻ്റെ പൊൻതൂവൽ. ഡീഗ്രേഡ് മൊയന്തുകൾ PR വർക്കിലൂടെ ഈ നാടിനെ താഴേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴും അങ്ങനെയല്ല, ഈ നാട് ആ പ്രതിസന്ധിയെപ്പോലും അതിജീവിച്ചുകൊണ്ടും ആ പ്രതിബന്ധങ്ങളെ മറികടന്നുകൊണ്ടും വ്യവസായ മേഖലയിൽ ഉജ്ജ്വലമായ നേട്ടം കൈവരിച്ചിരിക്കുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടുന്ന വിഭാഗം ഇക്കാര്യത്തെ സംബന്ധിച്ച് ജനങ്ങളെ അറിയിക്കില്ല, അല്ലെങ്കിൽ ലോകത്തെ അറിയിക്കില്ല. അവരെ സംബന്ധിക്കുന്നിടത്തോളം ഈ നാട്ടിൽ വ്യവസായ വിപ്ലവം നടക്കുന്നു എന്നുള്ളത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലും ഗുണമുണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം ഞങ്ങൾക്ക് കൂടി കിട്ടണമല്ലോ, എന്നാലല്ലേ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റൂ. മാധ്യമധർമ്മം എന്നാൽ പെയ്ഡാണ്. അത്തരം വാർത്തകൾ പെയ്ഡ് ന്യൂസായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അല്ലാതെ ഈ നാടിനെക്കുറിച്ച് ഒരക്ഷരം പോലും ഞങ്ങൾ ഉരിയാടത്തില്ല. ഇത്തരം പ്രതികരണങ്ങൾ വന്നാൽ നാടിനെ കേൾപ്പിക്കത്തുമില്ല. അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ മാസാമാസം വലിയ തുക ഇവർക്ക് കല്യാൺസ് ഗ്രൂപ്പിൽ നിന്നെല്ലാം പരസ്യത്തിൻ്റെ പേരിൽ ലഭിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത്തരം ആൾക്കാർ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഈ നാടിനെ കേൾപ്പിക്കേണ്ടതാണ്. പക്ഷേ അത് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ മാധ്യമങ്ങൾക്ക് അങ്ങോട്ട് പൈസ കൊടുത്ത് ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കണം. അല്ലാതെ ഉത്തരവാദിത്തപരമായിട്ട് അവർ ചെയ്യാറില്ല. അതുകൊണ്ടാണ് കേരളത്തെക്കുറിച്ച് ഇത്തരം നല്ല വാക്കുകൾ പറയുന്നത് ജനങ്ങളിലേക്ക് മാധ്യമങ്ങളിലൂടെ എത്താതെ പോകുന്നത്. പക്ഷേ അതുകൊണ്ടത് ജനം കേൾക്കാതിരിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വ്യവസായ മന്ത്രി രാജീവ് അവർകൾ മുൻപന്തിയിൽ നിന്നുകൊണ്ട് കേരളത്തിലെ വാണിജ്യ വ്യവസായം വളർത്തിക്കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ത്യാഗങ്ങൾ അനുഭവിക്കുന്നത് എനിക്കറിയാം. കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരു മീറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു. അതുപോലെ തന്നെ ഏതൊരു കാര്യം, ഒരു ഇൻഡസ്ട്രിയുടെ കാര്യം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ടേബിളിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം അത് സ്വാഗതം ചെയ്ത് അത് കയ്യോടെ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉടനെ വിളിച്ച് പറയും ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ പറയില്ല, ഇത് ഞാൻ പല ആൾക്കാരോടും പറയുന്ന കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി വ്യവസായ വാണിജ്യ വ്യാപാര രംഗത്ത് അദ്ദേഹം കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ ഒന്നാമത്തെ ഒരു സ്റ്റേറ്റാക്കി മാറ്റുവാനായിട്ട് അദ്ദേഹം വളരെയധികം പ്രയത്നിക്കുന്നുണ്ട്. എൻ്റെ അനുകൂലം പറയുകയാണ്, എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു കുറച്ചു കാലങ്ങൾ കൂടിയും ഈ ഗവൺമെൻറ് തുടരാൻ സാധിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ കേരള സ്റ്റേറ്റ് ഒന്നാം കടയിലേക്ക് എത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.